നമുക്ക് സേതുവിന്റെ പല്ലുവീട് വരാൻ പോകുന്ന ആഴ്ചയിൽ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന അടുത്തയാഴ്ചത്തെ വിശേഷത്തില് സേതു ഒരു കാര്യം തീരുമാനിച്ചു. ശ്രീകാന്തിനെ പോയി കാണണം. കാരണം ശ്രീകാന്തിനെ കണ്ട് മയൂരിയുടെ കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കണം. എങ്കിൽ മാത്രമേ എത്രയും പെട്ടെന്ന് മയൂരിയുടെ കല്യാണം നടത്താൻ പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ ലക്ഷ്മി അമ്മയെ വേണുഗോപാൽ വന്ന് വിളിച്ചുകൊണ്ട് പോകണമെങ്കിൽ മയൂരി ശ്രീകാന്ത് തമ്മിലുള്ള വിവാഹം നടക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ചില നീക്കങ്ങളൊക്കെ സേതു നടത്തുവാണ്. സേതു പല്ലവിയോട് പറഞ്ഞു, നമുക്ക് നേരിട്ട് ശ്രീകാന്തിന്റെ വീട്ടിൽ ചെല്ലാം. ശ്രീകാന്തിന്റെ വീട്ടിൽ ചെന്ന് കാര്യങ്ങൾ സംസാരിക്കാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ പല്ലവിക്ക് ഒരു ടെൻഷനുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ശ്രീകാന്തിനെ വേണു സാർ അടിച്ചാണ്. അപ്പൊ പിന്നെ അയാൾ സമ്മതിക്കുമോ എന്നൊരു ചിന്തയുണ്ട്. പല്ലവി തന്റെ മനസ്സിലുള്ള ആ സന്ദേഹം സേതുവിനോട് തുറന്നു പറയുന്നുണ്ട്. സേതു പറഞ്ഞു, നമുക്ക് അങ്ങനെ പിന്മാറാൻ പറ്റില്ലല്ലോ. ശ്രീകാന്തിന് ഒരു പക്ഷെ ഇഷ്ടമാണെങ്കിൽ മയൂരിയുമായിട്ടുള്ള വിവാഹം നമ്മൾ നടത്തും. അതിപ്പോ ആരൊക്കെ എതിർത്താലും ശരി, നമുക്ക് നടത്തിയേ മതിയാവുള്ളൂ. അവര് തമ്മിൽ ശത്രുതയാന്ന് കരുതിയിട്ടാന്ന് തോന്നുന്നത് വേണു സാർ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്, നമ്മളൊരു വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നതല്ലേ, നമുക്കത് നടത്താതെ പറ്റില്ല എന്ന് പറഞ്ഞു. ആ സമയം ഋതുവിന് ഒരേ ഒരു വാശി ഉണ്ടായിരുന്നുള്ളൂ. എങ്ങനെയെങ്കിലും ഇന്ദ്രന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കണം. തന്റെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞിനെ ഇല്ലാതാക്കണം. ആ കുഞ്ഞ് തന്റെ വയറ്റിലുള്ളതുകൊണ്ടാണ് ഇപ്പം എല്ലാരും തന്നെ ഇങ്ങനെ തട്ടിക്കളിക്കുന്നേ. എല്ലാരും ഒന്നു പറഞ്ഞ് രണ്ടാമത്തേന് നിന്റെ വയറ്റിൽ അവന്റെ കുഞ്ഞില്ലേ എന്നാ പറയണത്. ഇതില്ലായിരുന്നെങ്കിൽ തനിക്ക് സ്വസ്ഥതയോടെ സ്വാതന്ത്ര്യമായിട്ട് നടക്കായിരുന്നു. തന്റെ അമ്മ പോലും ഇപ്പൊ കുറ്റപ്പെടുത്തുന്നേ അവന്റെ കുഞ്ഞുള്ളല്ലേ, അപ്പൊ നീ അങ്ങോട്ട് ക്ഷമിക്കാനാ പറയുന്നേ. അങ്ങനെ അങ്ങ് ക്ഷമിച്ചു കൊടുക്കാനായിട്ട് ഋതു ഒരുക്കമായിരുന്നില്ല. ഋതു രണ്ടും കൽപ്പിച്ച് ഹോസ്പിറ്റലിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണാം, ഡോക്ടറോട് പറയാം, അബോർട്ട് ചെയ്യാനായിട്ട് പറയാം. അങ്ങനെയൊക്കെ വിചാരിച്ച് ഋതു വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് പൂർണിമ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പൂർണിമ വെച്ചു, അല്ല ഋതു നീ എങ്ങോട്ടാന്ന് ചോദിച്ചു. ഞാൻ പുറത്തു വരെ പോവുക. തനിച്ചോ? ഒരു കാര്യം ചെയ്യാം, അച്ഛനെ ആരെയും കൂട്ടിക്കൊണ്ട് പോകാൻ പറഞ്ഞു. അപ്പോഴേക്കും അച്ചു ശ്രീഹരിയും കൂടെ അങ്ങോട്ട് വന്നു. അച്ഛനോട് പറഞ്ഞു, ഇതേ ഋതു പുറത്തു പോവാ, നീ ഇങ്ങോട്ട് ചെല്ലും മോളെന്ന് പറഞ്ഞു. ആ സമയം ഋതു പറഞ്ഞു, വേണ്ട ഞാൻ തനിച്ചു പോയിക്കോളാന്ന് പറഞ്ഞു. അല്ല നീ ഇതെങ്ങോട്ടാ പോകുന്നേ? ഹോസ്പിറ്റലിലേക്ക്. ഹോസ്പിറ്റലിലേക്കോ? തനിച്ചാ? തനിച്ചൊന്നും പോയാൽ ശരിയാകത്തില്ല, ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞു. ആ സമയം ഋതു പറഞ്ഞു, എന്റെ കൂടെ ആരും വരണ്ട, ഞാൻ തനിച്ചു പോയിക്കോളാന്ന് നിർബന്ധം പിടിക്കണം. അപ്പോഴേക്കും പൂർണ്ണിമ പറഞ്ഞു, അതെന്താ നിന്റെ കൂടെ ആള് വന്നാലെന്ന് ചോദിച്ചു. അത് കേട്ടപ്പം ഋതു പറഞ്ഞു, എന്റെ കൂടെ തൽക്കാലത്തേക്ക് ആരും വരണ്ട, എനിക്ക് തനിച്ചു പോകാനായിട്ട് അറിയാന്ന് പറഞ്ഞു. പൂർണ്ണിമ പറഞ്ഞു, ഋതു നീ വെറുതെ വാശി പിടിക്കരുത്, നീ എന്തിനാ തനിച്ചു പോണെന്ന് വാശി പിടിക്കണേ. അത് കേട്ടപ്പോൾ ഋതുവിന് ദേഷ്യമായി. ഋതു പറഞ്ഞു, എന്റെ വയറ്റിൽ ഈ കുഞ്ഞുള്ളതുകൊണ്ടല്ലേ എല്ലാവർക്കും ഇത്ര ഇത്. ഈ കുഞ്ഞിനെ അങ്ങോട്ട് അബോർട്ട് ചെയ്ത് കളഞ്ഞ പിന്നെ പ്രശ്നമില്ലല്ലോ. ഈ കുഞ്ഞു കാരണം എനിക്കിപ്പോ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നേ. എന്നെന്റെ വയറ്റിൽ കൊടുത്തോ അന്ന് തുടങ്ങി എന്റെ കഷ്ടകാലം എന്നൊക്കെ പറഞ്ഞു തീരുവല്ല. ഋതുവിന്റെ കർണം നോക്കി ഒരെണ്ണം പൂർണിമ പൊട്ടിച്ചു. നീ എന്താടി വിചാരിച്ചുകൊണ്ടിരിക്കണേ? ഇത് നീ മുന്നേ തീരുമാനിക്കേണ്ട കാര്യമായിരുന്നു, ഇപ്പോഴല്ല. അറിയാലോ, പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലേ എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ടാന്ന്. അത് കുഞ്ഞിനെ ജനിപ്പിക്കുന്നതിന് മുമ്പ് തീരുമാനിക്കണമായിരുന്നു, വയറ്റിൽ കൊടുത്തതിന് ശേഷം അല്ല. അതിനെ അബോർട്ട് ചെയ്ത് കളയണമെന്ന് പറയണേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് പൂർണ്ണിമ ദേഷ്യപ്പെട്ടു. അപ്പോഴേക്ക് ഋതു പറഞ്ഞു, എനിക്ക് വേണ്ട ഈ കുഞ്ഞിനെ, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ കുഞ്ഞിനെ പ്രസവിക്കാൻ ഞാൻ ഒരുക്കമല്ലാന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് പുറത്തേക്കും കൂടെ ഇറങ്ങിപ്പോയി. അപ്പോഴേക്കും അച്ചു പറഞ്ഞു, അമ്മേ പ്രശ്നമാവുമോ? ഇനി എന്താണ്, അവൾക്ക് കുഞ്ഞിനൊന്നും അബോർട്ട് ചെയ്യാൻ പറ്റില്ല അച്ചു, ഇത്ര ആയില്ലേ, ഇനി കുറച്ച് നാളുകൾ മാത്രമേ ഉള്ളൂ അവളുടെ ഡെലിവറിക്ക് വേണ്ടിയിട്ട്, അതുകൊണ്ട് അത് നടക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ അച്ചുവിനൊക്കെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഋതു ഏതാണ്ട് ഭ്രാന്ത് ഇളകിയതുപോലെയാണ് പോയത്. പൂർണ്ണിമയ്ക്ക് സങ്കടവും ദേഷ്യമായി. അവളുടെ കർണത്തും അടിച്ചു, പക്ഷെ എങ്ങനെ അടിക്കാതിരിക്കും, അവള് തർക്കുത്തരം പറഞ്ഞുകൊണ്ടാണ് അവളുടെ കർണത്തടിച്ചത്. പിന്നീട് ഋതു നേരെ ഡോക്ടറെ കാണാൻ വേണ്ടി ചെന്നു. അങ്ങനെ സ്ഥിരം കാണുന്ന ഡോക്ടറെ അടുത്ത് ചെന്ന് ഇപ്പൊ ഡോക്ടർ പറഞ്ഞു, പറ്റില്ല, ഇനി അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഋതുവിനും കേടാണ്, കുഞ്ഞിനെ ഇനി അബോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ല എന്ന് പറഞ്ഞു. ഋതു അവിടെ നിന്ന് ഇറങ്ങി ആലോചിച്ച് എന്താ ചെയ്യേണ്ടതെന്ന്. പിന്നീട് വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോവാണ്, ഒരു ചെറിയ ഹോസ്പിറ്റല്. അങ്ങനെയാണ് ഇവിടെ വല്ലതും നടക്കുമോ എന്തൊക്കെ അറിയാൻ വേണ്ടി അവിടെ ചെന്നു. അവിടെ ചെന്ന് ഇങ്ങനെ കാര്യങ്ങൾ പറയുവാണ് ഡോക്ടറോട്, എനിക്ക് കുഞ്ഞിനെ വേണ്ടാന്നൊക്കെ. ഡോക്ടർ പരിശോധിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഇത് അബോർട്ട് ചെയ്യാനിപ്പോ പറ്റുന്ന സാഹചര്യം അല്ല എന്ന് പറഞ്ഞു. കാരണം അമ്മയ്ക്കും കുഞ്ഞിനും കേടുള്ള സമയമാണിത്. ഇനി കുറച്ച് നാൾ മാത്രമല്ലേ ഡെലിവറിക്ക് വേണ്ടിയുള്ളൂ. ആ സമയം അവിടെ നേഴ്സ് ഉണ്ടായിരുന്നു, അവര് കേട്ടു ഈ പറയുന്നതൊക്കെ. പിന്നീട് ഋതുവിനും ഡോക്ടർ ചോദിക്കുന്നുണ്ട് കാരണം എന്താന്ന്. ഋതു പറഞ്ഞു, തന്റെ ഭർത്താവ് ശരിയല്ല, താനും ഭർത്താവും തമ്മിൽ ഡിവോഴ്സ് ആകാൻ പോവാണ്. ആ സമയത്ത് ഈ കുഞ്ഞ് തനിക്ക് ഒരു വലിയ ബാധ്യമായിട്ട് മാറുവാണ്. എന്നെ കൊണ്ട് പറ്റില്ല ഡോക്ടറെ, എങ്ങനെയെങ്കിലും ചെയ്തു തരണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഋതു പിന്നീട് അവിടെ നിന്ന് ഇറങ്ങി. ആ
ആ സമയം നേഴ്സ് ഋതുവിന്റെ പിന്നാലെ വന്നു. എന്നിട്ട് പറഞ്ഞു, ഇതൊക്കെ ചെയ്തു തരുന്ന ഒരാളുണ്ട്, ഒരു ഹോസ്പിറ്റലുണ്ട്, ഒരു കാര്യം ചെയ്യാം, ഞാൻ അവിടേക്ക് കൊണ്ടോട്ടെ എന്നൊക്കെ ചോദിച്ചു. ഋതു പറഞ്ഞു, ശരി, അല്ല അതിന് കുറച്ച് പൈസ ചെലവാകും, എത്ര പൈസ ചെലവായാലും കുഴപ്പമില്ല, എന്നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി, എനിക്ക് എന്റെ വയറ്റ് പാട് നീ കുഞ്ഞിനെ എങ്ങനെയും ഇല്ലാതാക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ അവര് ശരി ഓക്കെ പറയാണ്. അങ്ങനെ ഋതു അവരോടൊപ്പം പോവാ. ഋതുവിന് പ്രത്യേകിച്ച് സംശയങ്ങളും കാര്യങ്ങളും ഒന്നും തോന്നിയില്ല. ആ സമയത്ത് സേതുവും പല്ലവിയും കൂടെ നേരെ വേണുഗോപാലിനെ കാണാൻ ചെന്നു. വേണുഗോപാലിന് ഒന്നുകൂടെ സംസാരിച്ചു നോക്കുന്നുണ്ട്. വേണുഗോപാലിന് ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. എന്തൊക്കെ വന്നാലും നീ പറഞ്ഞ കാര്യങ്ങൾ നടത്ത്, എന്നിട്ട് നമുക്ക് ലക്ഷ്മിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനെ കുറിച്ച് ചിന്തിക്കാന്ന് പറഞ്ഞു. ഇനി സംസാരിച്ചിട്ട് കാര്യമൊന്നും ഇല്ലെന്ന് മനസ്സിലായി. പിന്നീട് ശ്രീകാന്തിനെ കാണാനായിട്ട് പോവുകയാണ്. അങ്ങനെ ശ്രീകാന്തിനെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ശ്രീകാന്തിന്റെ അമ്മാവനും ഒക്കെ അവിടെ ഉണ്ട്. സേതുവിനെയും പല്ലവിയെയും കണ്ടു കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ആരാ എന്താ ഏതാന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും സേതു പറഞ്ഞു, ഞാൻ പൊന്നുമടത്തിലെ സേതുമാധവൻ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രീകാന്ത് ഒരു അമ്പരപ്പോട് കൂടി നോക്കി. പൊന്നുമടത്തിലെ സേതുമാധവനോ, നിങ്ങളോന്ന് ചോദിച്ചു. അതെ, ഞാനാണ് പൊന്നുമടത്തിലെ സേതുമാധവൻ. അല്ല, അതെങ്ങനെ ശരിയാവും, ഇന്ദ്രനാണ് പൊന്നുമടത്തിലെ സേതുമാധവനാന്ന് പറഞ്ഞു മുമ്പ് അവിടെ ചെന്നിരിക്കുന്നത്. സേതു പറഞ്ഞു, ഒരു പക്ഷേങ്കില് എന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലായിരിക്കാം, ശരിക്കും ഞാനാണ് പൊന്നുമടത്തിലെ സേതുമാധവൻ. നിങ്ങളുടെ മുന്നിലേക്ക് സേതുമാധവനാന്ന് വന്ന് ഒറിജിനൽ ആയിട്ടുള്ള സേതുമാധവനല്ല. അങ്ങനെ കാര്യങ്ങളൊക്കെ അയാളോട് പറഞ്ഞു കൊടുത്തു. അപ്പോഴേക്കും അമ്മാവൻ ചോദിച്ചു, അല്ല നിങ്ങൾ വന്നതിന്റെ കാരണം എന്താന്ന് ചോദിച്ചു. ശ്രീകാന്തിന്റെ അമ്മാവൻ അത് ചോദിച്ചു കഴിഞ്ഞപ്പോ സേതു പറഞ്ഞു, അതെ, മയൂരിയുടെ ശ്രീകാന്തിന്റെ വിവാഹാലോചന ഒന്നും കൂടി ഒന്ന് നിനക്ക് താല്പര്യം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിട്ടാന്ന് പറഞ്ഞു. അപ്പോഴേക്കും അയാൾ പറഞ്ഞേ, ഞങ്ങൾക്ക് ഒരു താല്പര്യമില്ലെന്ന് പറഞ്ഞു. ശ്രീകാന്ത് പറഞ്ഞു, സേതുവേട്ട നമുക്ക് സംസാരിക്കാൻ ഇരിക്കാനൊക്കെ പറഞ്ഞ് ഇരുത്തുവാണ്. എനിക്കെന്തായാലും മയൂരി വിവാഹം കഴിക്കാണ് സമ്മതമാണ്, പക്ഷെ അവളുടെ സമ്മതമാണ് എനിക്ക് വേണ്ടത്, അവൾക്ക് സമ്മതമാണല്ലോ അറിയില്ലല്ലോ. സേതു പറഞ്ഞു, അതൊക്കെ ഞങ്ങൾ സംസാരിച്ചോളാം, ശ്രീകാന്തിന് ഇപ്പോഴും സമ്മതം ഉണ്ടോ എന്ന് അറിയണം. ശ്രീകാന്തിന്റെ അമ്മ പറഞ്ഞു, എടാ ശ്രീകാന്തെ, ഇതൊന്നും ശരിയായിട്ടുള്ള കാര്യമില്ല, ആ കുടുംബത്തിൽ നിന്ന് ഒരു പെണ്ണെടുക്കാന്ന് പറഞ്ഞാൽ അത്ര നല്ല കാര്യമില്ല, നിനക്കറിയാലോ, നാട്ടുകാർ അതും ഇതൊക്കെ പറയും. അമ്മ രണ്ടാം ഘട്ട അപ്പടി ഇപ്പടിയാന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ചീത്ത പറയണം. ശ്രീകാന്ത് പറഞ്ഞു, അമ്മാവനൊന്നും മിണ്ടായിരിക്കുക, എന്റെ കല്യാണോ ഞാൻ തീരുമാനിച്ചോളാം, വെറുതെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞു. അയാൾക്കത് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് സേതു പറഞ്ഞു, ശ്രീകാന്തിന് പൂർണ്ണതായിട്ട് താല്പര്യമുണ്ട് മാത്രം ഈ ബന്ധത്തിന് സമ്മതിച്ചാൽ മതി, ശ്രീകാന്തിന്റെ ഇഷ്ടം പോലെ. പിന്നീട് അവർ പുറത്തേക്ക് ഇറങ്ങി വരണ സമയത്ത് ശ്രീകാന്ത് ചോദിച്ചു, അല്ല മയൂരിക്ക് ഇഷ്ടമാണെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പറ്റുമെങ്കിൽ മയൂരി ഒന്ന് വിളിക്കുക എന്ന് പറഞ്ഞിട്ട് ഫോൺ നമ്പരൊക്കെ കൊടുക്കുകയാണ്. മയൂരിയെ വിളിച്ച് സംസാരിക്കുക, മയൂരി ഇഷ്ടമാണെന്ന് ഞങ്ങൾ ഫോൺ വിളിച്ച് പറഞ്ഞുകൊണ്ടാണ്, ആ ധൈര്യത്തിലാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞു. ശ്രീകാന്ത് പറഞ്ഞു, ഒരിക്കലും ഞാൻ അവളെ കണ്ടതാണ്, പക്ഷെ അന്ന് അവൾ വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല, അന്ന് അവളുടെ അച്ഛൻ വന്ന് കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. പല്ലവി പറഞ്ഞു, അതൊക്കെ ഞങ്ങൾക്ക് അറിയാം ശ്രീകാന്തേ, പക്ഷേങ്കില് ഇപ്പൊ അവൾക്ക് അങ്ങനെയല്ല, ഇപ്പൊ അവൾക്ക് ഇഷ്ടമാണ്, പക്ഷെ അവളുടെ പപ്പ ഇത് സമ്മതിക്കുമെന്ന് അറിയില്ല. ശ്രീകാന്ത് ഒന്ന് വിളിച്ച് സംസാരിച്ച് നോക്കാൻ പറഞ്ഞു. അങ്ങനെ ശ്രീകാന്ത് ഫോൺ നമ്പരൊക്കെ വാങ്ങി. അതിനുശേഷം സേതുവും പല്ലവിയും കൂടെ ഇറങ്ങണം അവിടുന്ന്. അങ്ങനെ അവര് വീട്ടിലേക്ക് പോരുവാണ്. ഈ സമയത്ത് മയൂരിയെ ശ്രീകാന്ത് വിളിക്കുന്നുണ്ട്. ശ്രീകാന്ത് വിളിച്ച് സംസാരിക്കുകയാണ്. മയൂരി പറഞ്ഞു, എനിക്ക് നേരിട്ടൊന്ന് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീകാന്തും മയൂരിയും കൂടെ കണ്ടുമുട്ടുവാണ്. അപ്പൊ ശ്രീകാന്തിനോട് മയൂരി പറഞ്ഞു, എനിക്ക് ശ്രീകാന്തിന് ഇഷ്ടക്കുറവൊന്നുമില്ല, എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമാണ്, പക്ഷെ എന്റെ പപ്പ സമ്മതിക്കുമെന്ന് അറിയത്തില്ല. പിന്നീട് ലക്ഷ്മി അമ്മയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു, എനിക്ക് മയൂരിയോട് ഒരു താല്പര്യക്കുറവില്ല, വിവാഹം കഴിക്കാൻ സമ്മതമാണ്, പക്ഷെ എന്റെ വീട്ടുകാരെ എനിക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാൽ മതിയാവുള്ളൂ. ഒരു കാര്യം കയറാൻ പറഞ്ഞു, ബൈക്കിലേക്ക് കയറാൻ പറഞ്ഞു. ആ സമയത്താണ് വേണുഗോപാൽ അങ്ങോട്ടേക്ക് വരുന്നത്. വേണുഗോപാൽ നോക്കി കഴിഞ്ഞപ്പോൾ മയൂരി ശ്രീകാന്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. വേണുഗോപാലിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. വേണുഗോപാൽ വന്ന് വഴക്കുണ്ടാക്കുവാണ്. പക്ഷെ മയൂരി വിട്ടുകൊടുക്കാൻ ഒരുക്കുമായിരുന്നില്ല. മയൂരി പറഞ്ഞു, പപ്പായല്ലേ പറഞ്ഞത് ശ്രീകാന്തുമായിട്ടുള്ള വിവാഹം നടക്കണമെന്ന് പറഞ്ഞേ, അങ്ങനെ നടക്കണം, അമ്മയെ വിളിച്ചുകൊണ്ട് വരാന്ന് പറഞ്ഞേ, അങ്ങനെയൊക്കെ പറഞ്ഞു. ഒടുവില് വേണു പെട്ടുപോയി. അയാൾക്കൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അയാൾ നാണം കിട്ടു പോവുകയാണ്. കാരണം തന്റെ മോളും കൂടെ ഇങ്ങനെ തിരിഞ്ഞു പറയുന്ന അയാൾ ഒരിക്കലും പ്രതീക്ഷയല്ല. അങ്ങനെ ശ്രീകാന്തിന് ബൈക്കിൽ കയറി മയൂരി പോയി. വേണുവിന് അടി കിട്ടിയാലേ പോയി. ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല വേണു. കാരണം എങ്ങനെ ഈ വിവാഹം നടക്കാതിരുന്നാലേ ലക്ഷ്മിയെ വീട്ടിലേക്ക് വിളിച്ചിട്ട് വരാതിരിക്കാൻ പറ്റുള്ളൂ. അതൊക്കെയായിരുന്നു അയാളുടെ മനസ്സ് നിറയെ ഉണ്ടായിരുന്നേ. അങ്ങനെ 1-2 ദിവസം വലിയ കുഴപ്പമില്ലാതെ കടന്നുപോയി. ആ സമയം സേതുവും പല്ലവി പുറത്തൊക്കെ പോകുന്നുണ്ട്. കാരണം അവർക്ക് ഇതുവരെയായിട്ട് കല്യാണത്തിന് ശേഷം അങ്ങനെ ഹണിമൂൺ ട്രിപ്പ് ഒന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പൂർണ്ണിമയാണ് നിർബന്ധിച്ച് വിടുന്നത്. അങ്ങനെ ഹണിമൂൺ ട്രിപ്പ് പോകാനായിട്ടൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അവര് ബീച്ചിലൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ അവിടെയൊക്കെ പോയി സന്തോഷിക്കുന്നുണ്ട്. ഇതേ സമയത്ത് പാറു എന്ത് ചെയ്തു? പാറു
മുറിയിൽ ഡ്രസ്സൊക്കെ അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അയൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പാറുവിന് പെട്ടെന്ന് തല ഇറങ്ങുന്ന പോലെ തോന്നുവാണ്. തല ഇറങ്ങി പാറു അങ്ങോട്ട് വീഴുവാണ്. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേനാണ് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഇന്ദ്രൻ വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ പാറു തലയിറങ്ങി വീണ് കിടക്കുന്നു. ഇന്ദ്രൻ ഓടി അങ്ങോട്ട് വന്നു. നോക്കിക്കഴിഞ്ഞപ്പോൾ ബോധം കിട്ടുപോയതാന്ന് തോന്നി. പെട്ടെന്ന് പാറിനെ എടുക്കാൻ നോക്കി, പറ്റുന്നില്ല. ഇന്ദ്രൻ പെട്ടെന്ന് കുറച്ച് വെള്ളമെല്ലാം കൊണ്ടുവന്ന് പാറുവിൻ്റെ മുഖത്ത് തളിക്കുന്നുണ്ട്. പാറിനെ അങ്ങനെ കണ്ണ് തെളിഞ്ഞ് പാറു ഇന്ദ്രനെ നോക്കുകയാണ്. പിന്നീട് ഇന്ദ്രൻ പതുക്കെ പാറുവിനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. എന്താണെങ്കിലും ഇന്ദ്രന് പാറു ചോറൊക്കെ വിളമ്പി കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. രാജലക്ഷ്മി പോലും തള്ളിക്കളഞ്ഞ ഇന്ദ്രനെ. എന്നിട്ട് പാറുവാണ് സ്നേഹത്തോടെ ചോറൊക്കെ എടുത്തു കൊടുക്കുകയൊക്കെ ചെയ്തത്. അതുകൊണ്ടാണ് എന്തോ പാറിനോട് ഇത്തിരി സ്നേഹമൊക്കെ ഇന്ദ്രന് തോന്നി. കാരണം മുമ്പ് പാറിനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച, പാറിന്റെ വയറ്റി വിടുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചതാ. പക്ഷെ ഇപ്പൊ പാറുവിനെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കിടത്തുന്ന ഇന്ദ്രനാണ്. അങ്ങനെ പാറിനോട് പിടിച്ചിരുത്തിയിട്ടുണ്ടെങ്കിൽ എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചു. പാറോട് എനിക്ക് ചില തല കറങ്ങുന്ന പോലെ ഉണ്ടായിരുന്നു പറഞ്ഞു. പിന്നീട് ഇന്ദ്രൻ കുടിക്കാനൊക്കെ വെള്ളമൊക്കെ എടുത്തിട്ട് കൊടുക്കണം. പക്ഷേ രാജലക്ഷ്മിക്ക് ഇതറിഞ്ഞപ്പോൾ ടെൻഷനായി. ഇനി എങ്ങാനും മുമ്പത്തെ പോലെ ഇവൻ വല്ല പണി ഒപ്പിച്ചാണോ എന്നൊരു ടെൻഷൻ. അങ്ങനെയാണെങ്കിൽ ഇത് പണിയാണല്ലോ, ഇത് ശരിയാകത്തില്ല. ഇവനെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടണം, അല്ലെങ്കിൽ ഇവൻ പണി തരുമെന്നൊരു ചിന്തയൊക്കെ ഉണ്ട്. ഇവൻ മനഃപൂർവ്വം പാറുവിനെയും പാറുവിന്റെ വയറ്റി വളരുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാണ്. അങ്ങനെയാണെങ്കിൽ ഇവനെ ഇവിടെ നിന്ന് ഓടിക്കണം എന്നൊക്കെ രാജലക്ഷ്മി വിചാരിക്കുകയാണ്. പിന്നീട് ഒരു ദിവസം ഇന്ദ്രൻ പുറത്തു പോണ സമയത്താണ് ഇന്ദ്രൻ ആ കാഴ്ച കാണുന്നത്. സേതുവും പല്ലവിയും കൂടെ പോന്നു. അങ്ങനെ അവർ ബീച്ചിലേക്ക് പോകുന്ന കാഴ്ച കണ്ടത്. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് അവര് ബീച്ചിലൊക്കെ പോയി സന്തോഷിക്കാറുണ്ട്. കാരണം കല്യാണം കഴിഞ്ഞതിന് ശേഷം ഓരോരോ പ്രശ്നങ്ങൾ കാരണം അവർക്ക് അവരുടെ നല്ല ജീവിതം ആസ്വദിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇന്ദ്രൻ ഇത് കണ്ടു. ഇന്ദ്രൻ നേരെ സേതുവിന്റെ പല്ലവിയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. എന്നിട്ട് പറഞ്ഞു, അതെ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, എനിക്കൊരു തെറ്റുപറ്റി പോയതാ. ഇനി ഞാൻ അങ്ങനെയൊന്നും ആവർത്തിക്കില്ല. എന്നെ പൊന്നുമടത്തിലേക്ക് തിരികെ വിളിക്കണമെന്ന് പറഞ്ഞ് കയ്യെ കാലിലൊക്കെ വീഴുന്നുണ്ട്. പക്ഷെ സേതു അത് അംഗീകരിക്കാൻ കൂട്ടേക്കില്ല. സേതു പറഞ്ഞു, മര്യാദയ്ക്ക് മുന്നിൽ നിന്ന് പോയിക്കോ, നിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം, എന്റെ കൺമുന്നിൽ പോലും പെട്ടുപോയേക്കല്ലെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറെ ചീത്തയൊക്കെ പറഞ്ഞു. ഒടുവില് ഇന്ദ്രനെ അവിടെ നിന്ന് ഓടിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇനിയിപ്പം ഋതുവിന് എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. ഋതു വലിയ ഊരാക്കുടുക്കിലേക്കാണോ പോയി വീഴുന്നതെന്നും അറിയത്തില്ല. കുഞ്ഞിനെ ഇല്ലാതാക്കാന്നും പറഞ്ഞുകൊണ്ട് അവര് വിളിച്ചോണ്ട് പോയത് ആ സ്ത്രീ. അപ്പൊ ഇനി എന്താവും അറിയത്തില്ല. ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം എന്തൊക്കെയായി തീരുമെന്ന്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.